മുഹമ്മദ് സിയാൻ, കുട്ടി സഖാവ്, ഈ പേരുകൾ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായി കേൾക്കുന്നു. ഒരു 13 വയസ്സുള്ള 12-13 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ഒരു സമൂഹ മാധ്യമ അക്കൗണ്ട് മെറ്റ പൂട്ടിയിരിക്കുന്നു. കുട്ടി സഖാവ്, അതായത് ചെങ്കടിയുടെ കുട്ടിക്കാവൽക്കാരൻ എന്നൊക്കെ പറഞ്ഞാണ് അതിൽ വീഡിയോകളും അതുപോലെ കമൻറ്റുകളും ഒക്കെ വന്നത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ, മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഈ ചാനലിൽ കമൻ്റ് ഇടുകയും അതുപോലെ ഈ കുട്ടിയെ, മുഹമ്മദ് സിയാനെ അഭിനന്ദിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കുട്ടിയുടെ പേര് മുഹമ്മദ് സിയാൻ എന്നായതുകൊണ്ട് തീർച്ചയായിട്ടും അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പം AP സമസ്ത വിഭാഗം പറയുന്നത് സിയാൻ കുട്ടിയാകണം, ചെങ്കൊടിയും അതിൻ്റെ രാഷ്ട്രീയവും 13കാരൻ്റെ വിഷയമല്ല എന്നതാണ്. ഇതിനകത്ത് 2-3 കാര്യങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു 13കാരനായ കുട്ടിക്ക് രാഷ്ട്രീയ ചിന്ത കടന്നു വരുന്നതിൽ തെറ്റൊന്നുമില്ല. ശ്രീധരൻ്റെ ഒന്നാം തിരുമുറിവ് എന്ന ചിത്രത്തിൽ യദു കൃഷ്ണൻ എന്ന അഭിനേതാവ് ചെയ്ത കഥാപാത്രം ഞങ്ങൾ അസ്വസ്ഥരാണ് എന്ന് പറയുന്ന ഡയലോഗുകൾ, ഇതുപോലെ 10-12 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയുടെ രാഷ്ട്രീയ വീക്ഷണത്തെ ആക്ഷേപഹാസ്യത്തിൻ്റെ സഹായത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നു. വലിയ തോതിൽ ആ ഒരു സീനുകളും ഒക്കെ തന്നെ ജനങ്ങൾ ഏറ്റുവാങ്ങി. അതായത് പഠിത്തത്തിൽ IQ പരിശോധിക്കട്ടെ എന്നൊക്കെ ഈ യദു കൃഷ്ണൻ്റെ കഥാപാത്രമായിരിക്കുന്ന ചെറിയ കുട്ടി പറയുന്നതൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ ഇന്നുമുണ്ട്. ആ സിനിമ വലിയ തോതിൽ ഹിറ്റാവുകയും ചെയ്തു. മമ്മൂട്ടി നായകനായ സിനിമയാണ്, പ്രേക്ഷകർക്ക് ഓർമ്മ കാണും. അപ്പോൾ ഈ കുട്ടി സഖാവിന് ഒരു രാഷ്ട്രീയ ചിന്തയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളോ രാഷ്ട്രീയ വിശ്വാസങ്ങളോ കണ്ടേക്കാം. അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. 13 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടി ചെങ്കൊടിയെക്കുറിച്ചോ ത്രിവർണ്ണ പതാകയെക്കുറിച്ചോ കാവ്യ പതാകയെക്കുറിച്ചോ ഏത് പതാകയെക്കുറിച്ച് സംസാരിച്ചാലും തീർച്ചയായിട്ടും അത് പ്രാധാന്യത്തോടെ നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. AP സമസ്ത വിഭാഗം കരുതുന്നത് കുട്ടികൾ ചെറുപ്പത്തിലെ മദ്രസയിൽ പോയി മദ്രസ ചടങ്ങുകൾ മാത്രം പഠിച്ച് ഒരു മതവികാരജീവിയായി മാറണം എന്നാണോ? ഞങ്ങളുടെ സംശയമാണ്, ചോദിക്കുകയാണ്. അത്തരത്തിൽ ഒരു മതവികാരജീവിയായി മാറുന്നതാണോ, അതോ ഒരു ചെങ്കൊടിയുടെ കാവൽക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ കിൻഡർഗാർട്ടൻ വിദ്യാർത്ഥിയായിട്ട് മുഹമ്മദ് സിയാൻ അല്ലെങ്കിൽ ഈ കുട്ടി അറിയപ്പെടുന്നതാണോ കൂടുതൽ ഭേദം? ഇതിന് പലരും, സാമൂഹ്യ നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ ബുദ്ധിജീവികളുമൊക്കെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെ വന്നാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതിപ്പോൾ ചാനൽ പൂട്ടിപ്പോയതുകൊണ്ട് അതൊരു പ്രതികാര നടപടിയാണ് എന്ന് വരുത്തി തീർക്കാനാണ് പല മാധ്യമങ്ങളും ഇത് വാർത്തയായി നൽകിയത്. പക്ഷേ ഇതിൽ ഈ ഒരു വിശകലനം, ഈ ഒരു വ്യതിയാനം അതും ഇപ്പോൾ ചർച്ചയായിരിക്കുന്നു. കുട്ടി വളരെ ചെറുപ്പത്തിലെ മദ്രസയിൽ പോയി മതം പഠിച്ച് ഒരു മതജീവിയായി മാറണമോ, അല്ലെങ്കിൽ കുട്ടിക്ക് മനസ്സുകൊണ്ട് തോന്നിയ ഒരു രാഷ്ട്രീയ ജീവിതം തിരഞ്ഞെടുക്കണമോ? അത് കുട്ടിയുടെ ഇപ്പോഴത്തെ കണക്കിന് കുട്ടി പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് അത് കുട്ടിയുടെ മാതാപിതാക്കളുടെ ഇഷ്ടമായി തന്നെ നമുക്ക് അതിനെ കരുതേണ്ടതുണ്ട്. സിയാനെ ആഘോഷിച്ച അശോകൻ ചെരുവിൽ മുതൽ പിണറായി വിജയൻ വരെ ഷെയർ എൻഡിങ് എന്ന വാക്ക് എഴുതി പഠിക്കണമെന്നും ഒരു ലേഖനത്തിൽ AP സമസ്ത വിഭാഗം പറയുന്നു. ഇൻസ്റ്റഗ്രാമിലെ വൈറൽ താരം സിയാന് ശിക്ഷണം നൽകണമെന്ന AP സമസ്ത. അവനെ പഠിപ്പിക്കണം. ചെങ്കൊടി അല്ല ആവശ്യം. പിന്നെ മതപഠനമാണോ അതോ പഠനമാണോ? കുട്ടി സഖാവ് എന്ന അക്കൗണ്ട് മെറ്റ പൂട്ടിയത് അവരുടെ തീരുമാനമാണെന്നും സിയാൻ്റെ കവിളിൽ കുത്തി കരയിക്കാതെ മുതിർന്നവർ ഇക്കാര്യം അവനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നും സംസ്ഥ പറയുന്നു. സിയാനെ നവമാധ്യമത്തിൽ വിൽക്കാൻ വെച്ചത് മാതാപിതാക്കളാണെങ്കിൽ തിരുത്തണമെന്നും സംസ്ഥ പറയുന്നു. സംസ്ഥയുടെ വിദ്യാർത്ഥി വിഭാഗമായ SSFൻ്റെ മുഖപത്രം റിസാലയിലെ ലേഖനത്തിലാണ് വിമർശനം എഴുതിയിരിക്കുന്നത്. അരുത്, മുഹമ്മദ് സിയാനെ വിൽക്കരുത് എന്ന തലക്കെട്ടിലാണ് ഈ ലേഖനം ഇവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. കുട്ടി ഇപ്പോൾ ന്യായമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് വരേണ്ട ആളാണ്. ഈ അന്ധത ബാധിച്ച ഇടതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടവനല്ല എന്ന ഒരു പൊതു അഭിപ്രായം ഈ SSFൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. സിയാനെ ആഘോഷിച്ച അശോകൻ ചെരുവിൽ മുതൽ പിണറായി വിജയൻ വരെ ഷെയർ എൻഡിങ് എന്ന വാക്ക് എഴുതി പഠിക്കണം. സിയാൻ എന്ന 13കാരൻ്റെ ഭാഷണത്തിൽ നിറയുന്ന അകാല മുതിർച്ച പരിഹരിക്കപ്പെടേണ്ട വൈകല്യം പോലുമാണ് കൃത്യമായ ശിക്ഷണത്തിലൂടെ സിയാൻ കുട്ടിയാവേണ്ടതുണ്ട്. നമ്മൾ പണ്ട് പറയാറുണ്ട്, ചെറിയ വായിൽ വലിയ വാക്ക് പറയുന്നു എന്നത്. ഈ ശ്രീധരൻ്റെ ഒന്നാം തിരുമുറിവ് എന്ന സിനിമയിലെ കഥാപാത്രം അതാണ് പറയുന്നത്. എല്ലാം വലിയ വലിയ വാക്കുകളാണ് പറയുന്നത്. ഒരു കുട്ടിത്തത്തിന് യോജിക്കാത്ത വാക്കുകളും പ്രവൃത്തികളും പദപ്രയോഗങ്ങളും നടത്തി ഈ മുഹമ്മദ് സിയാൻ എന്ന കുട്ടി ചെങ്കൊടി ഹൃദയത്തിലാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാര വിക്ഷുബ്ധതയാണോ അതോ മതപരമായ വിക്ഷുബ്ധതയാണോ ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് SSFനും സമസ്തയ്ക്ക് മാത്രമേ അറിയൂ. എന്തായാലും ഇത് പരിശോധിക്കപ്പെടണം. ആ കുട്ടിയെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കണം. ആ
ആ കുട്ടിയുടെ മനസ്സിലെന്താണ്, രാഷ്ട്രീയം എന്താണ്, രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥ എന്താണ്, രാഷ്ട്രീയം ഏത് രീതിയിൽ നമ്മുടെ ജനജീവിതത്തെ ബാധിക്കുന്നു, രാഷ്ട്രീയം കുട്ടികൾക്ക് അനുവദനീയമാണോ? സ്കൂളുകളിലൊക്കെ നമ്മൾ രാഷ്ട്രീയം നിരോധിച്ചതാണ് ഹൈക്കോടതി. അപ്പം ആ രീതിയിൽ ഇപ്പം ചെങ്കൊടിയായാലും ശരി, കാവിക്കൊടിയായാലും ത്രിവർണ്ണ പതാകയായാലും ഏതൊരു ചെറിയ കുട്ടിയായാലും, ഇതിലും ചെറിയ കുട്ടിയായാലും അല്ലെങ്കിൽ ഇതിലും അല്പം കൂടെ മുതിർന്ന കുട്ടിയായാലും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ മാതാപിതാക്കളും അധ്യാപകരും മുതിർന്നവരുമൊക്കെ ഇടപെട്ട് വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം എന്ന ഒരു ആശയം തീർച്ചയായിട്ടും സമസ്ത പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ ചോദിച്ചത് സമസ്ത എന്ന മതസംഘടനയുടെ ആശയം ഈ കുട്ടിയിൽ അടിച്ചേൽപ്പിക്കണം എന്നാണ്, ഈ കുട്ടി ഈ ഒരു മതവിഭാഗത്തിൽപ്പെട്ടയാളായതുകൊണ്ട് എന്നുള്ള ആ ഒരു സംശയം കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ സമസ്തയുടെ രീതികൾ ഇതിനു മുൻപ് ഇങ്ങനെ ആയിരുന്നതുകൊണ്ട് നമ്മൾ ആദ്യമേ സംശയം പ്രകടിപ്പിച്ചതാണ്. പക്ഷേ കുട്ടിയെ തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ്ങിന് വിധേയനാക്കണം എന്ന് തന്നെയാണ് ഈ വാർത്തകൾക്കൊക്കെ ലഭിക്കുന്ന പ്രതികരണങ്ങൾ.